തന്ത്രിയുടേത് സ്വാഭാവിക ജാമ്യം അല്ലായിരുന്നു എന്നത്. അങ്ങനെ തന്ത്രി പുറത്തിറങ്ങിയ ഒരു പശ്ചാത്തലമുണ്ട്. സജിത്ത്, ഈ തന്ത്രി പുറത്തിറങ്ങുമ്പോൾ അവിടെ കോടതിക്ക് മുന്നിൽ SIT ഉന്നയിച്ച പല വാദങ്ങളും പൊളിയുന്ന ഒരു സാഹചര്യവും ഉണ്ടായല്ലോ. അതായത് തന്ത്രിയുടെ അറിവോടെയാണ് എല്ലാം നടന്നത്. അതോടൊപ്പം തന്നെ വാജിവാഹനം സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ട് പിന്നെ തന്ത്രിയുടെ സ്വത്ത് ഏതാണ്ട് 2,60,00,000 രൂപയുടെ അക്കൗണ്ട് ഉണ്ട്. ഇത്തരം വാദങ്ങളെല്ലാം ഉള്ളപ്പോൾ പോലും ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു നേരിട്ട് ബന്ധം സ്ഥാപിക്കാൻ സാധിക്കാതെ പോകുന്നു. സ്വാഭാവികമാണ്, അതിൻ്റെ ഒരു കേസും മെറിറ്റുമൊക്കെ മറ്റൊരു ഘടകമാണ് എങ്കിൽ പോലും ജാമ്യാപേക്ഷയിൽ ഇത്തരം വാദങ്ങൾ കോടതി അംഗീകരിക്കുകയാണ് ചെയ്തിരുന്നത് എന്നത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാകുന്ന പശ്ചാത്തലമുണ്ടോ? തന്ത്രിക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു. തന്ത്രി ജാമ്യത്തിന് വേണ്ടി മുന്നോട്ട് വെച്ച വാദമുഖങ്ങൾ കോടതി അംഗീകരിച്ചു എന്നതാണ് അതിൻ്റെ സാഹചര്യം. പക്ഷേ കോടതിയിൽ നിന്നോ നിയമ നടപടികളിൽ നിന്നോ തന്ത്രി വിമുക്തനാവുന്നില്ല. സ്വാഭാവികമായ ആക്ഷേപങ്ങൾ ഉണ്ടാവാം. കൂടുതൽ വലിയ ഫ്രെയിം ചെയ്തുകൊണ്ട് ഈ മാർച്ച് 31 മുമ്പ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കപ്പെടും. അതാണ് SIT ഇന്നലെ കോടതിയെ അറിയിച്ചത്. സ്വാഭാവികമായും തന്ത്രിക്കെതിരെ കൂടുതൽ കേസുകൾ ഫ്രെയിം ചെയ്ത് എത്താനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. മുമ്പ് പലവട്ടം ജാമ്യശ്രമങ്ങൾ നടത്തിയിട്ടും തന്ത്രിക്ക് തിരിച്ചടി ഉണ്ടായിരുന്നു. ഒടുവിലാണിപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ തീരുമാനമുണ്ടാവുന്നു എന്ന സാഹചര്യമാണ് പ്രധാനപ്പെട്ടത്. ഇതിൽ അഭിലാഷ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്ത്രിയുടെ വാദമുഖങ്ങളാണ് ശ്രദ്ധേയമായ കാര്യം. കാരണം തന്ത്രി സർക്കാരിനെതിരെ ദേവസ്വം ബോർഡിനെതിരെ വലിയ ആരോപണം ഉന്നയിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ തന്ത്രിയുടെ ജാമ്യാപേക്ഷയിലെ വാദത്തിൻ്റെ ചില കണ്ടെത്തലുകൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ ശ്രദ്ധേയമാണ്. അതിലൊന്ന്, ഈ ശബരിമലയിൽ യുവതീ പ്രവേശന നീക്കം തടഞ്ഞതിലുള്ള അതൃപ്തി, അതിനുള്ള പക തീർക്കുകയാണ് തന്നോട് ഉണ്ടായത് എന്ന വാദം തന്ത്രി ഉന്നയിച്ചിട്ടുണ്ട് എന്നതാണ്. അതായത് യുവതീ പ്രവേശനം നടന്നതിന് ശേഷം അവിടെ പുണ്യാഹം തളിച്ചുകൊണ്ടുള്ള തന്ത്രിയുടെ നടപടികളൊക്കെ ഏറെ വിവാദമായിരുന്നു. ദേവസ്വം ബോർഡും സർക്കാരും തന്ത്രിക്കെതിരെ പരസ്യമായി എത്തുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അന്ന് തന്ത്രി കണ്ഠർ രാജീവരായിരുന്നു ചുമതലയുണ്ടായിരുന്ന തന്ത്രി. സ്വാഭാവികമായും തൻ്റെ ആ നടപടികൾ വലിയ രീതിയിൽ പ്രതികാരത്തിന് ഇടവച്ചിട്ടുണ്ട്. ആ പ്രതികാരം തീർക്കലാണ് തനിക്കെതിരായ നീക്കത്തിന് പിന്നിൽ ഉണ്ടായത് എന്നതാണ് തന്ത്രിയുടെ ഒരു വാദം. മറ്റൊരു കാര്യമുള്ളത്, ഈ ക്ഷേത്രം എല്ലാ ദിവസവും തുറക്കാനുള്ള സർക്കാർ നീക്കം തടഞ്ഞതും മറ്റൊരു കാരണമായിട്ടുണ്ട്. എല്ലാ ദിവസവും ക്ഷേത്രം തുറന്നിടണം എന്നൊരു വാദമുഖം ഉയർന്നു വന്നിരുന്നു. അത് താൻ തടഞ്ഞിരുന്നു. അതിൻ്റെ താന്ത്രിക വിധികളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു തൻ്റെ ഒരു നീക്കമുണ്ടായിരുന്നത്. അതിൻ്റെ പക തീർക്കലും ഉണ്ടായിരുന്നു. ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വലിയ ബന്ധമുണ്ട്, ഗൂഢാലോചന നടത്തി എന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായ ശ്രമം നടന്നു എന്ന വാദം കൂടി തന്ത്രി കണ്ഠർ രാജീവര് SITക്കെതിരെ, സർക്കാരിനെതിരെ, ദേവസ്വം ബോർഡിനെതിരെ ഉന്നയിച്ചു. SIT ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ പക തീർത്തു എന്ന വാദം ഉന്നയിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു നീക്കമുണ്ടായത്. അതായത് മന്ത്രിമാരും VIP-കളുമായി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉണ്ടായിരുന്ന ബന്ധം മറയ്ക്കാൻ തന്നെ പഴുതാക്കിക്കൊണ്ടൊരു നീക്കം നടത്തി എന്ന കാര്യം കൂടിയാണ് പറയുന്നത്. ഒപ്പം തന്നെ ഈ വാജിവാഹനം വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തതിൽ സംബന്ധിച്ചും വലിയ രീതിയിലുള്ള സീനുണ്ടാക്കി ഗൂഢാലോചന ബോധപൂർവമായി വരുത്തി തീർക്കാൻ ശ്രമം നടന്നു എന്ന രീതിയിൽ കൂടി നീക്കം നടത്തുന്നു. അതായത് തന്ത്രി കണ്ഠർ രാജീവരുടെ ഈ നിയമനീക്കത്തിൽ സുപ്രധാനമായ ഒരു കാര്യമുണ്ട്. SITക്ക് എതിരെ മാത്രമല്ല, അത് സർക്കാരിനെതിരെ, സർക്കാരിൻ്റെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ടുള്ള SITയുടെ നീക്കമാണ് ഉണ്ടായത്. അതിന് കാരണമാകുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ടല്ലോ സജിത്ത്. അതായത് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഒന്നാം പ്രതിയായിട്ടുള്ള പോറ്റി, ഉണ്ണികൃഷ്ണൻ പോറ്റി, അതിനുശേഷമുള്ളവരുടെ ഒരു പ്രതിപട്ടിക പരിശോധിച്ചാൽ അതിലേറ്റവും പ്രതിരോധത്തിലായത് CPM ആയിരുന്നു. ഇപ്പോഴിതാ ഈ കൊടിമരത്തിൻ്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ പോറ്റി എപ്പോഴാണ് UDFൻ്റെ കാലഘട്ടത്തിലാണ് അവിടെ എത്തിയത് എന്ന മറുപ്രതിരോധമൊക്കെ CPIM തീർക്കുമ്പോൾ പോലും അറസ്റ്റിലായവരുടെ പട്ടിക ഇപ്പോൾ ഈ ജാമ്യം ലഭിച്ചിട്ടുള്ള പത്മകുമാർ ആകട്ടെ, വാസു ആകട്ടെ, മുരാരി ബാബു ആകട്ടെ, അങ്ങനെ എല്ലാവരും കൃത്യമായി CPIM പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവർ ആണ്. അതിനിടയിലായിരുന്നു ആ ഒരു കാറ്റഗറിയിൽ നിന്ന്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലം, മറ്റ് സർക്കാർ നോമിനികൾ, അതിന് പുറത്ത് നിന്ന് ഒരാൾ അറസ്റ്റിലാകുന്നത്. അതൊരു പരിധിവരെയെങ്കിലും ഈ സൂചിപ്പിക്കുന്ന പോലെ അന്ന് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഈ അന്വേഷണത്തിൻ്റെ ഗതി മാറ്റുന്നതിന്, ആരോപണങ്ങളുടെ ദിശ മാറ്റുന്നതിന്, അതിനുവേണ്ടിയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത് എന്ന്. തന്ത്രിയുടെ വാദം ഇപ്പോൾ വിജയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. കാരണം ഇതിനൊക്കെ എവിടെയാണ് തെളിവുകൾ എന്ന് കോടതി വാദത്തിനിടെ ചോദിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചത്. വാജിവാഹനം സ്വന്തമാക്കുന്നത് അത് അങ്ങനെ തന്നെ, അത് ഔദ്യോഗികമായി തന്നെ സ്വന്തമാക്കുന്നു. അത് ഔദ്യോഗികമായിട്ടല്ല എങ്കിൽ തന്നെ ഒരു പക്ഷേ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ ഭാഗമായി സ്വന്തമാക്കിയിട്ടുണ്ട്. മറ്റ് സ്വത്തുവകകൾ എന്നത് ഈ തട്ടിപ്പിൻ്റെ, സ്വർണ്ണപ്പാളി തട്ടിപ്പിൻ്റെ ഒരു പങ്ക് എന്നതിന് തെളിവുകളില്ലാത്ത സാഹചര്യം. ഈ തട്ടിപ്പിൽ ഏതെങ്കിലും തരത്തിൽ കൂട്ടുനിന്നു എന്നതിന് എന്ത് തെളിവാണുള്ളത് എന്ന് കോടതി ആവർത്തിച്ച് ചോദിച്ച ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അവിടെ അനുകൂലമാകുന്നൊരു വിധി വന്നതിന് പിന്നാലെയാണ് ഈ പ്രതികരണം എന്നത് ഒരു സർക്കാരിനെതിരായ, CPIMനെതിരായ വലിയ വിമർശനമായി അത് മാറ്റുന്നുണ്ട് തന്ത്രിയോടൊപ്പം നിൽക്കുന്നവരും എന്നല്ലേ മനസ്സിലാക്കേണ്ടത്.
തന്ത്രിയുടെ കോടതിയിലെ വാദമാണ് നമ്മൾ സൂചിപ്പിച്ചത്. കോടതിയിൽ ബോധപൂർവമായി തനിക്കെതിരെ നീക്കം നടത്തി എന്നതാണ് ഈ വാദമുഖങ്ങളിൽ ഉന്നയിച്ച കാര്യം. അത് സ്വാഭാവികമായി തനിക്കെതിരെ നീക്കത്തിന് പിന്നിൽ ചില രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് എന്ന കാര്യം വെക്കാൻ കൂടിയാണ് ഇതിൽ തന്ത്രി ശ്രമിച്ചിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട നീക്കം. അതായത് ഇതുവരെ കണ്ഠര് രാജീവര് നേരിട്ട് പറയാത്ത ഒരു കാര്യം കൂടിയാണ് അദ്ദേഹം SITക്കെതിരെ ഉന്നയിക്കുന്നത് എന്നതുകൂടിയാണ്. ഈ കേസിൻ്റെ തുടക്കത്തിൽ വിവരശേഖരണത്തിൻ്റെ ഭാഗമായിട്ടാണ് കണ്ഠര് രാജീവര് ഈ കേസിൻ്റെ ഭാഗമായി വരുന്നത്. അന്ന് വിവരശേഖരണം പലവട്ടം SIT നടത്തിയതാണ്. പക്ഷേ അതിനുശേഷമാണ് ഇപ്പോൾ ഈ നീക്കമുണ്ടാവുന്നത്, അൻസയുടെ ഒരു അറസ്റ്റ് ഉണ്ടാവുന്നത്. അത് അപ്രതീക്ഷിതമായിരുന്നു ആ നീക്കം. അറസ്റ്റ് അതുവരെയുള്ള ചർച്ചകളെല്ലാം വഴിതിരിക്കുന്ന തരത്തിലുള്ള നീക്കം കൂടിയാണ് അന്നുണ്ടായത്. ഇതിൽ SITയുടെ വാദം ഇങ്ങനെയാണ്: ഈ കേസിൽ കുടുക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ കുടുങ്ങിയിരിക്കുന്ന മറ്റു പലരും കുടുങ്ങിയ വഴികൾ തന്നെയാണ് കണ്ഠര് രാജീവരുമുള്ളത്. സാങ്കേതികമായി ഒപ്പിട്ടതിൻ്റെ അല്ലെങ്കിൽ ആ നടപടിക്രമങ്ങളുടെ ഭാഗമായതിൻ്റെ ഉത്തരവാദിത്വം പേറി ഈ കേസിൽ ഭാഗമായ പലരുമുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും രാജീവരും അതിൻ്റെ ഭാഗമായി എന്ന് നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ SIT കേസ് ഫ്രെയിം ചെയ്ത് അതിനും അശക്തമായ ചില നീക്കങ്ങൾ നടത്തിക്കൊണ്ടാണ് ഈ ഗൂഢാലോചനയിലടക്കം രാജീവർക്ക് പങ്കുണ്ട് എന്ന വാദം ഉന്നയിക്കാനാണ് SIT ശ്രമിച്ചത്. പക്ഷേ ആ ഗൂഢാലോചനയൊന്നും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സാഹചര്യം. ഒരുപക്ഷേ ഇനി ഈ കേസ് 31-ന് ഏകദേശം ഒരു മാസത്തിനപ്പുറം കുറ്റപത്രം സമർപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ ആ കുറ്റപത്രത്തിൽ ഇതുവരെ കണ്ഠര് രാജീവർക്കെതിരെ, അതായത് ഈ ജാമ്യ ഹർജിയിലെ വാദങ്ങളും പ്രതിവാദങ്ങളിലും SIT കോടതിക്ക് മുന്നിൽ വെച്ച വാദങ്ങൾക്കും അപ്പുറമുള്ള ഒരു ഫ്രെയിം ചെയ്യൽ ഈ കേസിൽ ഉണ്ടാകുമോ? എത്രാമത്തെ പ്രതിയായി ഈ കേസിലേക്ക് ഇദ്ദേഹത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കമുണ്ടാവും? അങ്ങനെ പ്രധാനപ്പെട്ട ചില കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഇതുവരെ പുറത്തു വരാത്ത ചില കണ്ടെത്തലുകളും നീക്കങ്ങളും ഉണ്ടാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം അതാണ് ഏറ്റവും പ്രധാനം. ഇതുവരെ പുറത്തു വന്നതിനപ്പുറത്ത് തന്ത്രി ആചാരപരമായ കാര്യങ്ങൾ മാത്രമാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആചാരപരമായി പല കാര്യങ്ങൾക്കും അനുമതി നൽകിയിട്ടുണ്ട്. അതിനപ്പുറത്ത് ദേവസ്വം ബോർഡാണ് ഔദ്യോഗികമായി ശബരിമലയിലെ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ ഓഫീസ് പ്രവർത്തനം, കാര്യനിർവഹണം എല്ലാം നടത്തുന്നത് ദേവസ്വം ബോർഡും അനുബന്ധ ഉദ്യോഗസ്ഥരുമാണ്. മറിച്ച് ആചാരപരമായി ഈ കാര്യനിർവഹണത്തിന് വേണ്ട അനുമതി നൽകുക, അതുമാത്രമാണ് താൻ ചെയ്തത് എന്നതായിരുന്നു തന്ത്രിയുടെ പലപ്പോഴായി വന്നിട്ടുള്ള പ്രതികരണം. പക്ഷേ അവിടെയാണ് ഈ സ്വർണ്ണക്കടത്ത് ഗൂഢാലോചനയിൽ തന്ത്രിക്ക് പങ്കുണ്ട് എന്ന നിലയിൽ തന്ത്രി അറസ്റ്റിലാകുന്നത്. ഇപ്പോൾ തന്ത്രിക്ക് ജാമ്യം ലഭിക്കുമ്പോൾ ആ ഗൂഢാലോചനയ്ക്ക് തെളിവില്ല, തന്ത്രി കൂടി ഉൾപ്പെട്ടു എന്നതിന് തെളിവില്ല എന്നാണ് പ്രാഥമികമായി കോടതി നിരീക്ഷിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 41 ദിവസങ്ങൾക്ക് ശേഷം തന്ത്രിക്ക് ജാമ്യം ലഭിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.